ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്നത് ഒരു ഓഫീസ് റെൻറ്റിനെടുക്കും, അവിടെ ഫർണിച്ചർ ഒന്ന് സെറ്റ് ചെയ്യും, 1-2 സിസ്റ്റം വാങ്ങും. അങ്ങനെയാണ് കോവർക്കിംഗ് സ്പേസും നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനെ ആ പറയുന്ന രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് മിസ്സാവുന്ന ഒരു ഏരിയ ടീമിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. നമ്മൾ ഹയർ ചെയ്യുന്ന ആളുടെ ഏതെങ്കിലും റെഫറൻസ് കുഴപ്പമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, റെഫറൻസിലോ മറ്റായിട്ട് ടീമിൽ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഏത് അളവിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിക്കോട്ടെ, അത് യൂട്ടിലൈസ് ചെയ്യേണ്ടത് നമ്മുടെ ടീമാണല്ലോ. അതുകൊണ്ട് ടീമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര പണിയാണ്. ആ പ്രൊജക്ട് റിപ്പോർട്ട് വന്നാൽ അത് ഞാൻ ചെയ്യും, ആ പറയുന്ന പ്രസൻറ്റേഷനും അത് ഞാൻ പോകും, ആ കൺസൾട്ടേഷൻ ഞാൻ ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് ചെയ്ത് അങ്ങനെ ഒരു ടീമിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഈ നമ്മുടെ കൺസൾട്ടൻസിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർവീസ് ഇൻഡസ്ട്രിയുടെ സ്കെയിലബിലിറ്റിക്ക് ഒരു ഇനീഷ്യലായിട്ട് വരുന്നൊരു തടസ്സം. ഇപ്പോൾ ടീം ബിൽഡിങ്ങിലാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട സംഭവം.